എല്ലാവർക്കും ഹായ്. ഇന്ന് അപ്രതീക്ഷിതമായി ഒരു സിനിമ കണ്ടു. പ്രേമലു. യുവതാരങ്ങളായ നസ്ലീനും മമിതയും അഭിനയിച്ച പ്രേമലു കണ്ടു. പടം കാണണമെന്ന് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഫ്രീ ടിക്കറ്റ് യാദർശികമായി കിട്ടി, അതുകൊണ്ട് പോയതാണ്. കണ്ടു. മൊത്തത്തിൽ പടം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോ എനിക്ക് ആ പേര് പടത്തിന് മുമ്പ് തന്നെ ആ പേര് കേട്ടപ്പോ തന്നെ ഒരു അരോചകമായി ഫീൽ ചെയ്തു. പ്രേമലു എന്താണ് എന്ന് ന്യൂജൻ അലമ്പ് പേരായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ പടം കണ്ടപ്പോ എന്തുകൊണ്ട് ആ പടത്തിന് ആ ലു ഇട്ടു എന്നുള്ള സംഭവം മനസ്സിലായി. കഥ നടക്കുന്നത് ഹൈദരാബാദ് ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പൊ തെലുങ്കിന്റെ ഒരു ലു ചേർത്തിട്ടാണ് പ്രേമലു ആയത്. അപ്പൊ ആ കാര്യം ഓക്കെ, സോൾവ് ആയി. പിന്നെ മൊത്തത്തിൽ പടത്തിന്റെ ആന്തരിക ഘടന, അതായത് ഒരു ഇന്റേണൽ കണ്ടന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പടം ഒന്നുമില്ല, വട്ടപൂജ്യമാണ്. നമ്മൾ കാണാത്തതായി അതിൻ്റെ അകത്ത് ഒന്നുമില്ല. കഥ തിരക്കഥ അങ്ങനെയുള്ള സംഭവങ്ങളിൽ കാണാത്തതായി ഒന്നുമില്ല. നമ്മൾ കണ്ട് മടുത്ത കഥയാണ്. ഒരു പെണ്ണും പയ്യനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, ഫ്രണ്ട്ഷിപ്പ്, ലവ് പറയാൻ പാടുപെടുന്ന പയ്യൻ ഒടുവിൽ ലവ് പറയുന്നു. അവസാനം പിന്നെ എന്താണ് സംഭവിക്കുന്നത്, അവർ യോജിക്കുന്നോ ഇല്ലയോ, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ കുറെ കണ്ടതാണ്. അതിലൊന്നും നമുക്ക് യാതൊരു പുതുമയും തോന്നില്ല. പക്ഷെ പടം ഭയങ്കര എന്റർടൈനിങ് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചങ്ങിരുത്തി കഴിഞ്ഞു. അതായത് അതിന്റെ പ്രത്യേകത, പടം തുടങ്ങുന്ന മുതൽ തീരുന്നവരെ കഥ എങ്ങനെ പോയാലും, എത്ര സീരിയസ്ലി ഇമോഷണലായിട്ട് സീരിയസ് ആയിട്ട് കഥ പോയാലും ആ എല്ലാ ഭാഗത്തും ഒരു കോമഡി കണ്ടന്റ് ഉൾപ്പെടുത്തിയാണ് സിനിമ പോകുന്നത്. ഈവൻ ക്ലൈമാക്സിൽ ഉൾപ്പെടെ നല്ല രീതിയിൽ കോമഡി വർക്ക്ഔട്ട് ചെയ്താണ് പടം പോയിട്ടുള്ളത്. കട്ട സെന്റി ലെവലിലോട്ട് പടം പോകില്ല. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് സിനിമ പോകില്ല. സീരിയസ് വന്നാലും അതിനകത്ത് ഒരു കോമഡി കാണും. ടൈമിംഗ് ആയിട്ടുള്ള ഒരു കോമഡി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ കാരണം, ഈ പടം ചെറിയൊരു ക്യാൻവാസിലെടുത്ത ഒരു കൊച്ചു പടം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ആവശ്യത്തിന് ഗ്രാൻഡ് ആയിട്ട് തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഹൈദരാബാദ്, ചെന്നൈ, പിന്നെ റെയിൽവേ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ലൊക്കേഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് അതിന്റെ സിനിമാറ്റോഗ്രാഫി, നല്ല ക്യാമറ വർക്കായിരുന്നു. എസ്പെഷ്യലി അതിലെ റോഡ് സീനുകൾ, ഒരുപാട് റോഡ് സീനുകളുണ്ട്, ചേസ് സീനുണ്ട് ലാസ്റ്റ്. അപ്പൊ ഇതെല്ലാം നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ട് ക്യാമറ എഴുതിയിട്ടുണ്ട്. ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ ഒത്തിരി റിസ്കി ആയിട്ടുള്ള ഷോട്ടുകൾ തന്നെയാണ് പലതും. അങ്ങനെ തോന്നി. പിന്നെ വിഷ്ണു വിജയ് എന്ന് പറയുന്ന ആ മ്യൂസിക് ഡയറക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും നല്ല തിയേറ്ററിൽ കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രണ്ട് കാര്യത്തിൽ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അല്ലാതെ വേറെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യാനൊന്നുമില്ല. പക്ഷെ പടം തുടങ്ങുന്ന മുതൽ തീരുന്നവരെ നമ്മൾ അങ്ങനെ ഇരുന്ന് കാണും. ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ ക്വാളിറ്റിയെ കഥയ്ക്കൊക്കെ ഉള്ളൂ. സാധാരണ കഥ തന്നെയാണ്, ക്ലീഷയാണ്. പക്ഷെ സത്യനന്ദിക്കാടിന്റെ ന്യൂജൻ സിനിമ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതിനേക്കാൾ കുറെ കൂടെ നല്ല രീതിയിൽ കോമഡി കണ്ടന്റ് കയറ്റി വിട്ടിട്ടുണ്ട് തോന്നി. പിന്നെ പടത്തിന്റെ ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തത് നമ്മുടെ രണ്ട് യുവ കഥാപാത്രങ്ങളാണ്, നസ്ലീനും മമിതയും. ഈ രണ്ടുപേരുടെയും പെർഫോമൻസ് ആണ് സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നായകനായിട്ടുള്ള നസ്ലീൻ എന്ന് പറയുന്ന ആ പയ്യന്റെ എന്തൊക്കെ പറഞ്ഞാൽ ആ പയ്യന് നല്ലൊരു ഭാവിയുണ്ട്. വളരെ നല്ലൊരു അഭിനയമാണ്. രണ്ടുപേരും പടത്തിന്റെ ജീവൻ തന്നെയാണ്. സ്ക്രിപ്റ്റ് ആയാലും എങ്ങനെയായാലും ഒരു വ്യക്തിയുടെ മുഖം, ആ മുഖം നമുക്ക് കണ്ട് ബോറടിച്ചിട്ടില്ല സിനിമയുടെ അവസാനം വരെ എങ്കിൽ അത് നല്ലൊരു നടൻ തന്നെയാണ്. ഇപ്പൊ ഭഗത് ഫാസിൽ, ഞാൻ പ്രകാശൻ സിനിമയിൽ അദ്ദേഹത്തിന്റെ വൺ മാൻ ഷോ ആണെന്ന് പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ, ഈ പയ്യന്റെ നസ്ലീന്റെ വൺ മാൻ ഷോ ആണ് ഈ സിനിമ എന്ന് പറയാം. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ പടത്തിനെ പിടിച്ചു നിർത്തുന്ന ഒരു നെടും തൂണ് തന്നെയാണ് നമ്മുടെ ഈ പയ്യൻ. 23 വയസ്സെന്തേ ആയിട്ടുള്ളൂ രണ്ടുപേർക്കും. രണ്ടുപേരെയും ബേസ് ചെയ്ത് വിശ്വസിച്ച് ഇങ്ങനെ ഒരു പടം എടുത്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ആ പടത്തിൽ പൂർണ്ണമായ ഒരു എഫേർട്ട് കൊടുത്തിട്ടുണ്ട്. അത് അതിൽ കാണാനുണ്ട്. എനിക്ക് രണ്ടുപേരെയും പേഴ്സണലി അവരെ പെർഫോമൻസ് നല്ല ഇഷ്ടപ്പെട്ടു. ആ മമിതയും നല്ല ക്യൂട്ടാണ്, നല്ല ആക്റ്റീവ് പെർഫോമൻസ് ആണ്. ഈ രണ്ടുപേരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അവര് അഭിനയിക്കുകയാണ് എന്ന് നമുക്ക് തോന്നില്ല. അവരുടെ യഥാർത്ഥ ലൈഫിലോട്ട് നമ്മൾ കയറി നോക്കിയതോടെ തോന്നും. അവർ ക്യാമറ ഇരിക്കുന്നു എന്നുള്ള ഒരു ബോധമൊന്നും ഇല്ലാതെ അത്ര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് രണ്ടുപേർക്കും നല്ലൊരു ഭാവിയുണ്ട്. എല്ലാവിധ ആശംസകളും. നന്നായി വരേണ്ട കുറച്ച് ഒരു നടിയും നടനുമാണത്. പിന്നെ എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഇല്ല. സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ തിയേറ്ററിൽ പൈസ കൊടുത്ത് കയറിയാലും തുടക്കം മുതൽ അവസാനം വരെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് പ്രേമലു. ഫണ്ണാണ് അതിലെ മെയിൻ എലമെന്റ്. നിങ്ങൾ കഥ ബേസ് കൂടുതൽ അളക്കാനും പിടിക്കാനും ബുദ്ധിജീവി ലെവലിലൊന്നും വേണ്ട, കണ്ടിരിക്കുക. ഇപ്പൊ പാച്ചു 40 വിളക്കായാലും ഞാൻ പ്രകാശനായാലും അതിന്റെ പാറ്റേണിൽ അങ്ങ് പോകും. പക്ഷെ നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ കാണാനും ചിരിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള കണ്ടന്റ് ഉണ്ട്. തിയേറ്ററിൽ നല്ല അനക്കമൊക്കെ ഉണ്ടായിരുന്നു. പടം എല്ലാ തരത്തിലും നല്ലൊരു പടം ആണ് ലു എന്ന് തന്നെ പറയാം.